NDA സ്വപ്നം കാണുന്ന സ്റ്റുഡൻസിനെയും അവരുടെ പാരന്റ്സിനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയാമോ? കഠിനമായി പഠിച്ച് റിട്ടൺ എക്സാം പാസ്സായി SSB ഇന്റർവ്യൂവും കടന്ന് അവസാന നിമിഷം ഒരു ചെറിയ ശാരീരിക പ്രശ്നത്തിന്റെ പേരിൽ മെഡിക്കൽ ബോർഡ് അവരെ അൺഫിറ്റ് എന്ന് മുദ്രകുത്തുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര വിഷമകരമാണ് ആ അവസ്ഥ. 4 വർഷത്തെ കഠിനാധ്വാനവും കോച്ചിങ്ങിനായി നിങ്ങൾ ചെലവാക്കിയ ലക്ഷക്കണക്കിന് രൂപയും ഒറ്റ നിമിഷം കൊണ്ട് വെറുതെ ആകുന്നു. ഇതിൽ കുട്ടിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം 8ാം ക്ലാസ്സിൽ വെച്ച് തിരിച്ചറിഞ്ഞ് തിരുത്തേണ്ടിയിരുന്ന ഒരു മെഡിക്കൽ ഓഡിറ്റ് +2 ക്ലാസ്സിലോ അല്ലെങ്കിൽ NDAയുടെ മെഡിക്കൽ ബോർഡിന് മുന്നിൽ എത്തും വരെയോ പാരന്റ്സ് ശ്രദ്ധിച്ചില്ല എന്നതാണ് ഇതിലെ യഥാർത്ഥ പിഴവ്. സോ ഡിയർ പാരന്റ്സ്, യൂണിഫോമിന് പിന്നാലെ ഓടാൻ നിങ്ങളുടെ കുട്ടിയെ പ്രേരിപ്പിക്കും മുമ്പ് അവരുടെ ശരീരം അതിന് അനുവദിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നമസ്കാരം, ഞാൻ കാർത്തിക. ഇന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കുട്ടിയുടെ റാങ്കിനെ കുറിച്ചോ മാർക്കിനെ കുറിച്ചോ അല്ല, മറിച്ച് അവന്റെ ശരീരത്തെക്കുറിച്ചാണ്. പല മാതാപിതാക്കളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് അറിയാമോ? അവർ കുട്ടിയുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കും, പക്ഷെ അവരുടെ ശരീരത്തെ ഓഡിറ്റ് ചെയ്യാൻ മറന്നുപോകും. കുട്ടിയുടെ പാദങ്ങൾ പരന്നതാണോ, അവരുടെ കണ്ണുകൾക്ക് നിറങ്ങൾ തിരിച്ചറിയാൻ പ്രയാസമുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ പാരന്റ്സ് വിട്ടുപോകും. ഇത്തരം സൈലന്റ് കില്ലറുകൾ കാരണം ഓരോ വർഷവും 100 കണക്കിന് കുട്ടികളാണ് NDAയുടെ മെഡിക്കൽ ബോർഡിന് മുന്നിൽ നിന്ന് കണ്ണീരോടെ മടങ്ങുന്നത്. +2 ക്ലാസ്സിൽ അല്ലെങ്കിൽ NDA പ്രവേശന വാതിൽ വരെ എത്തിയിട്ട് ഈ സത്യങ്ങൾ തിരിച്ചറിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് സുരക്ഷിതമാണ് 8ാം ക്ലാസ്സിൽ തന്നെ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത്. കാരണം ഇത്തരം ശാരീരിക പ്രശ്നങ്ങളിൽ ചിലത് നമുക്ക് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നവയാണ്. സോ പാരന്റ്സ്, നിങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ വെച്ച് നടത്തേണ്ട ചില നിർണായക മെഡിക്കൽ ഓഡിറ്റുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സൈലന്റ് റിജക്ഷൻ ഘടകമാണ് ഫ്ലാറ്റ് ഫുട്ട്. നമ്മുടെ പാദത്തിന്റെ ഉൾവശം നിലത്ത് തൊടാതെ അല്പം ഉയർന്നിരിക്കുന്ന ആ ഒരു ആകൃതിയാണ് ആർച്ച് എന്ന് പറയുന്നത്. എന്നാൽ ചില ആളുകളിൽ ഈ ആർച്ച് ഇല്ലാതെ പാദം പൂർണ്ണമായും നിലത്ത് പതിഞ്ഞിരിക്കും. ഈ അവസ്ഥയാണ് ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരം ദീർഘദൂരം ഓടുമ്പോഴും 20-30 കിലോ ഭാരമുള്ള ബാഗും ചുമന്ന കിലോമീറ്ററുകളോളം നടക്കുമ്പോഴും പാദത്തിലെ ഈ ആർച്ച് ഒരു ഷോക്ക് അബ്സോർബർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ആർച്ച് ഇല്ലാത്ത കുട്ടി ഓടുമ്പോൾ ശരീരത്തിന്റെ ആഘാതം മുഴുവൻ നേരിട്ട് കാൽമുട്ടുകളിലേക്കും അതുപോലെ നട്ടലിലേക്കും എത്തുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പെട്ടെന്നുള്ള തളർച്ചയ്ക്കും കാരണമായേക്കാം. ഇനി ഇത് പരിശോധിക്കാൻ ഡോക്ടറുടെ അടുത്തേക്ക് പാരന്റ്സ് ഓടേണ്ടതില്ല, വീട്ടിൽ തന്നെ ചെയ്തു നോക്കാം. ആദ്യം കുട്ടിയുടെ പാദം വെള്ളത്തിൽ നന്നായി നനയ്ക്കുക. ഉണങ്ങിയ ഒരു പ്ലെയിൻ സിമന്റ് തറയിലോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ പേപ്പറിലോ കുട്ടിയോടൊന്ന് ചവിട്ടാൻ ആവശ്യപ്പെടുക. അപ്പോൾ കിട്ടുന്ന പാടിൽ ആ പാദത്തിന്റെ നടുഭാഗത്ത് ഒരു വളവ് കാണുന്നില്ല എങ്കിൽ, അതായത് പാദം പൂർണ്ണമായും നിലത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനർത്ഥം അവന് ഫ്ലാറ്റ് ഫുട്ട് ഉണ്ടെന്നാണ്. 8ാം ക്ലാസ്സിലാണ് നിങ്ങളുടെ കുട്ടിയെങ്കിൽ ഇതൊരു പേടി സ്വപ്നമാക്കേണ്ടതില്ല. ഓർത്തോപീഡിക് ഇൻസോൾസ്, അതുപോലെ പാദങ്ങളിലെ പേശികളെ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ എന്നിവയിലൂടെ ഈ ആർച്ച് പതുക്കെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. രണ്ടാമത്തേതാണ് നോക്ക് നീസ്. NDA മെഡിക്കൽ പരിശോധനയിൽ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നോക്ക് നീസ് അഥവാ മുട്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വലിയൊരു പോരായ്മയായി തോന്നില്ലെങ്കിലും യൂണിഫോം ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ റെഡ് സിഗ്നലാണ്. സൈനിക പരിശീലനത്തിനിടയിൽ കിലോമീറ്ററുകളോളം ഓടേണ്ടി വരുമ്പോൾ മുട്ടുകൾ തമ്മിൽ ഉരസുന്നതും ഇടയുന്നതും കുട്ടിയുടെ ബാലൻസ് തെറ്റാൻ കാരണമാകും. ഇത് ഓട്ടത്തിന്റെ വേഗത കുറയ്ക്കുമെന്ന് മാത്രമല്ല, സന്ധികളിൽ അമിതമായ വേദനയും ദീർഘകാലാടിസ്ഥാനത്തിൽ ലിഗമെന്റ് ഇഞ്ചുറികളും ഉണ്ടാക്കും. NDA മെഡിക്കൽ സ്റ്റാൻഡേർഡ് പ്രകാരം 2 മുട്ടുകൾക്കിടയിൽ കുറഞ്ഞത് 5 സെന്റിമീറ്ററെങ്കിലും അകലമുണ്ടായിരിക്കണം. ഇനി നോക്ക് നീ എങ്ങനെ വീട്ടിൽ പരിശോധിച്ച് കണ്ടെത്താമെന്ന് നോക്കാം. പാരന്റ്സ്, നിങ്ങളുടെ മകനെയോ മകളെയോ ആദ്യം നിവർന്നു നിൽക്കാൻ പറയുക. 2 ഉപ്പൂറ്റികളും പരസ്പരം തൊട്ട് നിൽക്കട്ടെ. ഈ സമയത്ത് അവരുടെ കാൽമുട്ടുകൾ തമ്മിൽ ബലമായി ഇടയുന്നുണ്ടോ എന്ന് നോക്കുക. 2 മുട്ടുകൾക്കും ഇടയിലൂടെ നിങ്ങളുടെ 3 വിരൽ സുഖമായി കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ സുരക്ഷിതരാണ്. എന്നാൽ വിരലുകൾക്ക് കടക്കാൻ പോലും സ്ഥലമില്ലാത്ത വിധം മുട്ടുകൾ ചേർന്നിരിക്കുകയാണെങ്കിൽ അത് ഗൗരവമായി കാണേണ്ട ഒന്നാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കുട്ടികളുടെ എല്ലുകൾ വളർച്ചാ ഘട്ടത്തിലായതുകൊണ്ട് തന്നെ 9ാം ക്ലാസ്സിന് മുൻപ് ഇത് കണ്ടെത്തിയാൽ നമുക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ സംസാരിക്കുന്നത് മിക്ക മാതാപിതാക്കളും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ NDA മെഡിക്കൽ പരിശോധനയിൽ വളരെ കൃത്യമായി അളക്കപ്പെടുന്ന ഒരു ഘടകത്തെക്കുറിച്ചാണ്. അതാണ് ക്യാരിയിങ് ആംഗിൾ അഥവാ കൈമുട്ടുകളിലെ ചരിവ്. നിങ്ങളുടെ കുട്ടി കൈകൾ നിവർത്തി പിടിക്കുമ്പോൾ കൈമുട്ടുകൾ ശരീരത്തിൽ നിന്നും അകന്ന് പുറത്തേക്ക് ചരിഞ്ഞാണോ ഇരിക്കുന്നത്? ഈ ഒരു ചരിവിനെയാണ് ക്യാരിയിങ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ പുരുഷന്മാരിൽ 10 മുതൽ 15 ഡിഗ്രിയും സ്ത്രീകളിൽ 15 മുതൽ 20 ഡിഗ്രി വരെയും ഇത് അനുവദനീയമാണ്. എന്നാൽ ഈ ചരിവ് 15 മുതൽ 20 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ മെഡിക്കൽ ബോർഡ് അവരെ അയോഗ്യരായി പ്രഖ്യാപിക്കും. എന്തുകൊണ്ടാണ് ഡിഫൻസ് ഫോഴ്സ് ഇത് ഇത്ര ഗൗരവമായി കാണുന്നത്? ഒരു ഓഫീസർ എന്ന നിലയിൽ തോക്കുകളും മറ്റു ആയുധങ്ങളും കൃത്യതയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കൈമുട്ടുകളിൽ അമിതമായ ചരിവുള്ളവർക്ക് തോക്ക് നേരെ പിടിച്ച് കൃത്യസ്ഥാനത്തേക്ക് വെടിയുതിർക്കാൻ പ്രയാസമായിരിക്കും. ഇനി ഇതെങ്ങനെ വീട്ടിൽ പരിശോധിക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ കുട്ടിയോട് നിവർന്നു നിൽക്കാൻ പറയുക. ഉള്ളം കൈ മുന്നിലേക്ക് തുറന്നു പിടിച്ചുകൊണ്ട് കൈകൾ ശരീരത്തോട് ചേർത്ത് താഴ്ത്തി പിടിക്കുക. ഇപ്പോൾ മേൽക്കൈയും മുൻകൈയും തമ്മിലുള്ള ആംഗിൾ ശ്രദ്ധിക്കുക. അത് പുറത്തേക്ക് വല്ലാതെ വളഞ്ഞിരിക്കുകയാണോ? ഈ ആംഗിൾ സാധാരണയിൽ കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിലെ ശ്രദ്ധിക്കണം. 8ാം ക്ലാസ്സിൽ തന്നെ ഇത് കണ്ടെത്തുകയാണെങ്കിൽ അസ്ഥികളുടെ വളർച്ച പൂർണ്ണമാകാത്ത ഈ പ്രായത്തിൽ ചില പ്രത്യേക വ്യായാമങ്ങളിലൂടെയും ഫിസിയോതെറാപ്പി രീതികളിലൂടെയും ഈ ആംഗിൾ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ആധാരശിലയെക്കുറിച്ചാണ്, നട്ടെല്ല്.
പല മാതാപിതാക്കളും കരുതും ഇത് വെറും ഒരു പോസ്റ്റർ പ്രശ്നമാണ്. എന്നാൽ ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നട്ടെല്ലിലെ നേരിയ വ്യതിയാനം പോലും ഒരു പെർമനന്റ് റിജക്ഷന് കാരണമാകാം. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. മണിക്കൂറുകളോളം മൊബൈൽ ഫോണിലേക്കും ലാപ്ടോപ്പിലേക്കും കുനിഞ്ഞിരിക്കുന്നത് വഴി 2 പ്രധാന പ്രശ്നങ്ങളാണ് കുട്ടികളിൽ കണ്ടുവരുന്നത്. ഒന്ന്, കൈഫോസിസ് അഥവാ കൂന്. നട്ടെല്ലിന്റെ മുകൾ ഭാഗം പുറത്തേക്ക് തള്ളിവരുന്ന അവസ്ഥയാണ് കൈഫോസിസ്. ഇത് കുട്ടിയുടെ ഉയരം കുറച്ച് കാണിക്കുമെന്ന് മാത്രമല്ല, ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമതയെ പോലും ബാധിക്കും. രണ്ടാമത്തേത് സ്കോളിയോസിസ്, വശങ്ങളിലേക്കുള്ള വളവ്. നട്ടെല്ല് ഇംഗ്ലീഷ് അക്ഷരങ്ങളായ S അല്ലെങ്കിൽ C ആകൃതിയിൽ വശങ്ങളിലേക്ക് വളയുന്ന അവസ്ഥയാണ് സ്കോളിയോസിസ്. കനത്ത സ്കൂൾ ബാഗുകൾ ഒരു തോളിൽ മാത്രം തൂക്കി നടക്കുന്നത് ഇതിന് കാരണമായേക്കാം. ഒരു ഓഫീസർക്ക് വേണ്ടത് കമാൻഡിംഗ് പ്രസൻസ് ആണ്. കൂനിയിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു പരേഡിനെ നയിക്കാനോ ആത്മവിശ്വാസത്തോടെ സല്യൂട്ട് ചെയ്യാനോ സാധിക്കില്ല. വീട്ടിൽ തന്നെ ഇത് പരിശോധിക്കാൻ ലളിതമായ ഒരു വഴിയുണ്ട്. നിങ്ങളുടെ കുട്ടിയെ ഒരു ചുവരിലേക്ക് ചേർത്ത് നിർത്തുക. അവന്റെ തലയുടെ പിൻഭാഗം, തോളുകൾ, ഉപ്പുറ്റി എന്നിവ ചുവരിൽ മുട്ടിയിരിക്കണം. ഈ സമയത്ത് അവന്റെ നട്ടെല്ലിന്റെ താഴ്ഭാഗത്തിനും ചുവരിനും ഇടയിൽ നിങ്ങളുടെ ഉള്ളം കൈ കടത്താൻ കഴിയുന്നത്ര ഗ്യാപ്പ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. തോളുകൾ ഒരേ നിരപ്പിലാണോ അതോ ഒന്ന് താഴ്ന്നാണോ ഇരിക്കുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഗ്രോജീനിയസിൽ ഞങ്ങൾ പോസ്റ്റർ എഞ്ചിനീയറിംഗ് എന്ന രീതിയാണ് പിന്തുടരുന്നത്. നമ്മൾ അടുത്തതായി പരിശോധിക്കുന്നത് ഏറ്റവും അടിസ്ഥാനപരമായ എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരാജയപ്പെടുന്ന ഫിസിക്കൽ മെഷർമെന്റ്സ് ആണ്. NDA പ്രവേശനത്തിന് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൃത്യമായ ഉയരപരിധിയുണ്ട്. സാധാരണയായി 157 സെന്റിമീറ്റർ ആണ് കുറഞ്ഞ പരിധി. എന്നാൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എയർഫോഴ്സ് ആണെങ്കിൽ 162.5 സെന്റിമീറ്റർ ആയി ഉയരം മാറുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാലുകളുടെ നീളം, അതുപോലെ ഇരിക്കുമ്പോഴുള്ള ഉയരം എന്നിവയ്ക്കും കൃത്യമായ അളവുകളുണ്ട്. ഒരു പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എയർഫോഴ്സ് ഡിഫൻസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് ഉയരം കൂടിയാലും കുറഞ്ഞാലും അത് വെല്ലുവിളിയാണ്. 8ാം ക്ലാസ്സിൽ കുട്ടിക്ക് ഉയരം കുറവാണെങ്കിൽ ശരിയായ പോഷകാഹാരത്തിലൂടെയും വ്യായാമത്തിലൂടെയും ആ വളർച്ചയെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഉയരത്തേക്കാൾ ഗൗരവമായി കാണേണ്ട ഒന്നാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്, അതായത് ഉയരത്തിന് ആനുപാതികമായ ഭാരം. പല മാതാപിതാക്കളും കരുതുന്നത് എന്റെ മോന് നല്ല വണ്ണമുണ്ട്, അവന് നല്ല ആരോഗ്യവാനാണെന്നാണ്. പക്ഷേ ഉയരത്തിനനുസരിച്ചായിരിക്കണം അവരുടെ ഭാരം എന്നത് വളരെ പ്രധാനമാണ്. ഓർക്കുക, മെഡിക്കൽ ബോർഡിന് മുന്നിൽ കുറച്ച് ഭാരം കൂടുതലാണെന്ന ന്യായീകരണം വില പോകില്ല. അവിടെ കൃത്യതയാണ് പ്രധാനം. ഇനി നമ്മൾ സംസാരിക്കുന്നത് മിക്ക മാതാപിതാക്കളെ അലട്ടുന്ന ഒരു ചോദ്യത്തെക്കുറിച്ചാണ്. എന്റെ മക്കൾ കണ്ണട ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് NDA കിട്ടുമോ? ഇതിന്റെ ഉത്തരം പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിരാശാജനകമല്ല. എന്നാൽ മറ്റൊരു വശത്ത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഗൗരവമായ കാര്യങ്ങളും. കണ്ണട ഉള്ളവർക്ക് ഡിഫൻസിൽ ചേരാനാകില്ല എന്നത് ഒരു പഴയ ധാരണയാണ്. ഇന്ന് NDAയിൽ നിശ്ചിത പരിധി വരെ കാഴ്ചക്കുറവ് അനുവദനീയമാണ്. സാധാരണഗതിയിൽ -2.5D വരെ മയോപ്പിയ ഉള്ളവരെ സ്വീകരിക്കാറുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വിങ്ങിനെ അനുസരിച്ച് മാറുന്നതായിരിക്കും. ആർമിയിൽ ലഭിക്കുന്ന ഇളവുകൾ മറ്റു വിങ്ങുകളിൽ ലഭിക്കണമെന്നില്ല. നിങ്ങളുടെ മക്കൾ എയർഫോഴ്സിൽ ഒരു പൈലറ്റ് ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കാഴ്ചശക്തിയിൽ യാതൊരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കരുത്. പൈലറ്റ് ബ്രാഞ്ചിലേക്ക് കണ്ണടയുള്ളവരെ പരിഗണിക്കാറില്ല. അവിടെ വ്യക്തമായ കാഴ്ചശക്തി നിർബന്ധമാണ്. ഇനി പാരന്റ്സ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഐ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് കുട്ടിയുടെ പവർ കൃത്യമായി മനസ്സിലാക്കും. 12ാം ക്ലാസ് ആകുമ്പോഴേക്കും എത്രത്തോളം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാൻ ഇത് നിങ്ങളെ സഹായിക്കും. കണ്ണടയേക്കാൾ ഗൗരവകരമാണ് കളർ ബ്ലൈൻഡ്നസ് അഥവാ വർണ്ണാന്ധത. ചില നിറങ്ങൾ, പ്രത്യേകിച്ച് ചുവപ്പ്, പച്ച എന്നിവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ധത എന്ന് വിളിക്കുന്നത്. ഇത് പൂർണ്ണമായും അന്ധതയല്ല, മറിച്ച് നിറങ്ങൾ കാണുന്നതിലെ ഒരു പരിമിതിയാണ്. സൈന്യത്തിൽ സിഗ്നലുകൾ തിരിച്ചറിയുന്നതിനും മാപ്പുകൾ വായിക്കുന്നതിനും രാത്രികാല ഓപ്പറേഷനുകൾക്കും കൃത്യമായ നിറം തിരിച്ചറിയൽ അത്യന്താപേക്ഷിതമാണ്. വർണ്ണാന്ധത എന്നത് പാരമ്പര്യമായി ലഭിക്കുന്ന ഒന്നാണ്. ഇതിന് നിലവിൽ ചികിത്സകളില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് ഈ പ്രശ്നമുണ്ടെങ്കിൽ അവൻ എത്ര വലിയ മിടുക്കനായാലും ഡിഫൻസ് ലൈഫിൽ ഒരു പെർമനന്റ് റിജക്ഷൻ ലഭിക്കാനാണ് സാധ്യത. ഇതൊന്ന് പരിശോധിക്കാൻ ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടതില്ല. ഇന്റർനെറ്റിൽ ലഭ്യമായ ഇഷിഹാര ടെസ്റ്റ് പ്ലേറ്റുകൾ കുട്ടിയെ കാണിക്കുക. അതിലെ അക്കങ്ങൾ അവന് പെട്ടെന്ന് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റായാണ് വായിക്കുന്നതെങ്കിൽ അവന് വർണ്ണാന്ധത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നേരത്തെ അറിയുന്നത് വഴി അവർക്ക് അനുയോജ്യമായ മറ്റ് മികച്ച കരിയറുകൾ, ഉദാഹരണത്തിന് സിവിൽ സർവീസോ എഞ്ചിനീയറിംഗോ അങ്ങനെയുള്ള കരിയറുകൾ നേരത്തെ പ്ലാൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഡിയർ പാരന്റ്സ്, യൂണിഫോം എന്നത് വെറുമൊരു വസ്ത്രമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവരുടെ ശരീരം ഇന്ന് തയ്യാറാണോ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഓർക്കുക, എഴുത്ത് പരീക്ഷയിലെ പരാജയം നമുക്ക് അടുത്ത വർഷം തിരുത്താം. പക്ഷേ ശാരീരികമായ പോരായ്മകൾ നേരത്തെ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു നഷ്ടമായി മാറും. നിങ്ങളുടെ കുട്ടിയുടെ NDA സ്വപ്നത്തിന് ഗ്രോജീനിയസ് എന്നും കൂടെ ഉണ്ടാകും. നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങൾ ഇനി പറയാം. നിങ്ങളുടെ കുട്ടിയുടെ നിലവിലെ ഉയരവും ഭാരവും താഴെ കമന്റ് ചെയ്യൂ. അത് NDA സ്റ്റാൻഡേർഡ് പ്രകാരം നോർമൽ ആണോ എന്ന് ഞങ്ങളുടെ വിദഗ്ധർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഇനി ഫ്ലാറ്റ് ഫുട്ട്, നോക്ക് നീസ്, അതുപോലെ കാഴ്ചശക്തി അല്ലെങ്കിൽ പോസ്ചർ കറക്ഷൻ, ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മടിക്കാതെ കമന്റ് ബോക്സിൽ ചോദിക്കൂ. കൂടാതെ ഡിഫൻസ് കരിയർ സ്വപ്നം കാണുന്ന മറ്റു കുട്ടികളുടെ പാരന്റ്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കൂ. ഒരുപക്ഷെ അവരുടെ കരിയർ സംരക്ഷിക്കാൻ ഈ ഒരു വീഡിയോ കാരണമായേക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ലൈവ് എന്ന യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.